തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പ്രചാരണം ഊർജിതമാക്കുകയാണ് പത്തനംതിട്ടയിലെ മുന്നണികൾ. പ്രചാരണത്തിന് ആവശ്യത്തിന് സമയമുണ്ടെന്നാണ് സ്ഥാനാർത്ഥികളുടെ പ്രതികരണം. ഇനിയുള്ള 40 ദിവസം പ്രചരണത്തിൽ തീപാറും പോരാട്ടമായിരിക്കും മുന്നണികൾ തമ്മിൽ നടക്കുക. കേരളത്തിൽ ഒരു മാറ്റം ജനം ആഗ്രഹിക്കുന്നതായും ദേശീയ തലത്തിൽ ഇടതുമുന്നണി 5ഉം കോൺഗ്രസ് 50 സീറ്റിൽ ഒതുങ്ങുമെന്നും NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് NDA സജ്ജമാണെന്നും അനിൽ ആന്റണി വ്യക്തമാക്കി. ഇപ്പം കൂടിപ്പോയാൽ ഇടതുപക്ഷത്തിന് 4-5 സീറ്റ് ലഭിക്കുമായിരിക്കും അഖിലേന്ത്യാ തലത്തിൽ. കൂടിപ്പോയാൽ കോൺഗ്രസ് പാർട്ടിക്ക് 40 സീറ്റ് ലഭിക്കുമായിരിക്കും, 50 സീറ്റ് ലഭിക്കുമായിരിക്കും. പക്ഷെ നമുക്ക് 400 സീറ്റും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള 3-ാം ടേമിൽ ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിന് വികസനം വേണമെങ്കിൽ NDA സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് ലോജിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ UDF ക്യാമ്പും പ്രചരണം ഊർജിതമാക്കാനുള്ള ശ്രമത്തിലാണ്. 20-ൽ 20 സീറ്റും UDF നേടുമെന്ന് സ്ഥാനാർത്ഥി ആന്റണി വ്യക്തമാക്കി. ഇത്തവണ 20 സീറ്റ്, 20-ൽ 20. കാരണം കഴിഞ്ഞ തവണ കൈവിട്ടു പോയ ആലപ്പുഴ ഉറപ്പായും തിരിച്ചു പിടിക്കും. ബാക്കിയുള്ള 19 സീറ്റുകൾ നിലനിർത്തും. പ്രചരണ രംഗത്ത് ആദ്യമിറങ്ങിയ LDFും ഇനിയുള്ള 40 ദിവസം പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. റിപ്പോർട്ടർ, പത്തനംതിട്ട.